മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പറവകൾ വസിക്കുന്ന കൊമ്പുകൾ ആകരുത് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകൾ, ദൈവരാജ്യം എന്ന ദൈവിക സത്യത്തെ, അതിൻ്റെ ആരംഭത്തെക്കുറിച്ചും അതിൻ്റെ വളർച്ചയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിനെ മലിനപ്പെടുത്തുവാനുള്ള ശത്രുവിൻ്റെ പ്രവണതകളെക്കുറിച്ചുമൊക്കെ ദൈവരാജ്യ സ്ഥാപകനും അതിൻ്റെ നായകനുമായ കർത്താവായ യേശു ക്രിസ്തു തന്നെ അത് ഉപമയായി പഠിപ്പിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ 3 സുവിശേഷ പ്രതികളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉപമകളിൽ 7-ാമത്തേതും ദൈവരാജ്യ സദൃശ്യങ്ങളിൽ 3-ാമത്തേതുമാണ് കടുകുമണിയുടെ ഉപമയിൽ കൂടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ദൈവരാജ്യം അതിൻ്റെ ആരംഭത്തിങ്കൽ അത് ഏറ്റവും ചെറുതായ ഒരു വിത്ത് ആയിരുന്നു. സ്വർഗത്തിൽ നിന്ന് വിതച്ച, സ്വർഗീയൻ വിതച്ച വിത്ത്. ഇതൊരു ചെറിയ കടുകുമണി പോലെയാണ്. ഈ വിത്തിൽ കൂടി ദൈവരാജ്യത്തിൻ്റെ ആരംഭവും വളർച്ചയും വ്യക്തമാക്കി തരികയാണ്. ഈ വിത്ത് വളരെ ചെറിയതെങ്കിലും അസാധാരണമായൊരു വളർച്ച ഇതിനുണ്ടാകുന്നു. അത് മുളച്ച് സകല പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് വളർച്ച നേടി അത് വലിയ ഒരു വൃക്ഷമായി തീരുന്നു. അതിൻ്റെ വളർച്ചയിൽ അത് വിതയ്ക്കപ്പെട്ട വയലും കടന്നുള്ള നിലയിൽ അത് വലിയ കൊമ്പുകളെ വിടുന്നു. ആകാശത്തിലെ പറവകൾ ആ കൊമ്പുകളിൽ വന്ന് കൂടുവയ്ക്കുകയും വസിക്കുകയും ചെയ്യുന്നു. സുവിശേഷം എന്ന വിത്ത് ലോകമാകുന്ന വയലിൽ വിതയ്ക്കപ്പെട്ടു. അത് വളർന്ന് ഒരു വൃക്ഷമായി വലിയ കൊമ്പുകളെ വിട്ട് വലിയതായി തീർന്നു. സുവിശേഷത്തിൻ്റെ ആരംഭം കടുകുമണിയോളം തുലോം ചെറുതായിരുന്നു. യേശുക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും ഉൾക്കൊള്ളുന്ന ചെറിയ ഒരു സംഘമാണ് ഇന്ന് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച് വലിയ ഒരു വടവൃക്ഷമായി തീർന്നിരിക്കുന്ന സഭ. പ്രിയ, സുവിശേഷം എന്ന കടുകുമണി ലോകമാം വയലിൽ ഇടപെട്ടത് വളർച്ച പ്രാപിച്ച് കടുകുമണിയുടെ ചെടി എന്ന യഥാർത്ഥ പ്രകൃതിക്ക് വിരുദ്ധമായി അത് ഒരു വൃക്ഷമായി തീർന്നു. യേശുക്രിസ്തു സുവിശേഷം പ്രസംഗിക്കുവാൻ ആരംഭിച്ചപ്പോൾ ഒരു ചെറിയ കൂട്ടം മാത്രമാണ് തന്നെ കേൾക്കുവാനും വിശ്വസിക്കുവാനും അനുസരിക്കുവാനും ഉണ്ടായിരുന്നത്. അപ്പോസ്തലന്മാർ, ശിഷ്യഗണങ്ങൾ അത് ഏറ്റെടുത്ത് പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും തുടങ്ങി. ആ ചെറിയ ചെടി വളർന്നു. അതിൻ്റെ വളർച്ച വലിയതായി തീർന്നു. ഒരു വൻവൃക്ഷത്തിൻ്റെ വളർച്ച പോലെ ലോകം മുഴുവൻ പടർന്നു പന്തലിച്ചു. ആകാശത്തിലെ പറവകൾ അതിൻ്റെ കൊമ്പുകളിൽ വസിക്കുവാൻ തക്കവണ്ണം ഒരു അഭൂതപൂർണമായ വളർച്ച എന്ന ഒരു ധ്വനിയുണ്ട്. വൃക്ഷത്തിൻ്റെ സ്വാഭാവിക കൊമ്പുകളുടെ വളർച്ചയ്ക്കപ്പുറം വലിയ കൊമ്പുകൾ അത് വിടുന്നു. മർക്കോസ് സുവിശേഷത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു. വലിയ കൊമ്പുകൾ, അതിൽ പറവകൾ കൂടുകൂട്ടുവാൻ തക്കവണ്ണം വലിയ കൊമ്പുകളായിത്തീരും. പറവകൾ നമുക്കറിയാം സാമ്രാജ്യ ശക്തികളെ സദൃശീകരിക്കുന്നു എന്ന് യഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിരവധി ഭാഗങ്ങളുണ്ട്. ഇത് സാത്താന്യ സ്വാധീന ശക്തികളെ കാണിക്കുന്നു. തിരുവചനത്തിൽ പറവകൾ എന്നത് രാഷ്ട്രങ്ങൾക്കും ജനങ്ങൾക്കും ആലങ്കാരികമായി വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകത്തിലും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ലോകം മുഴുവൻ വ്യാപിച്ച സുവിശേഷത്തിൻ്റെ ഫലമായി ശരിയായ പഠിപ്പിക്കലില്ലാതെ, ശരിയായ മാനസാന്തരമില്ലാതെ തന്നെ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ രാജാക്കന്മാരുൾപ്പെടെ
ദൈവഹിതത്തിന് വിപരീതമായി യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി അനേകർ ഇതിൽ ചേക്കേറി, അനേകർ ഇതിൽ കൂടുകൂട്ടി. അപ്രകാരം ക്രിസ്ത്യാനിത്വത്തിൽ താൽക്കാലിക കാര്യസാധ്യത്തിനു വേണ്ടി അഭയം തേടിയവരും കടന്നുകൂടിയവരും അനവധിയാണ്. ലോകപ്രകാരം തന്നെ അത് അവർക്ക് താൽക്കാലിക ആശ്വാസമായി ഭവിച്ചു. വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ പറവകൾ സാത്താന്യ ശക്തികളെ കുറിക്കുന്നു എന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉപമയിലും വലുതായ കൊമ്പുകളെ, സ്വാഭാവിക വളർച്ചയ്ക്ക് വിപരീതമായ കൊമ്പുകളെ വിട്ടതുകൊണ്ട് ആകാശത്തിലെ പറവകൾ അതിൽ വസിച്ചു. ഇതിൻ്റെ വളർച്ച വയലിൻ്റെ ഉടമയുടെ ഇഷ്ടപ്രകാരവും പ്രമാണപ്രകാരവും നട്ട നിലത്ത് ഒതുങ്ങി നിന്ന് വളരേണ്ടതായിരുന്നു. എന്നാൽ വലുതായ കൊമ്പുകളെ ഉടമയുടെ വയലിന് പുറത്തേക്ക് വിട്ടതിനാൽ ആകാത്തതെല്ലാം അതിൽ വന്ന് കൂടുകൂട്ടി. ലോകമയത്വം വൃക്ഷത്തിൻ്റെ നിർമ്മല സ്വഭാവത്തിന് കളങ്കമേൽപ്പിക്കുവാൻ പോകുന്ന പർവശക്തിയാണ്. പ്രിയരെ, സത്യസഭ വീണ്ടും ജനിച്ചവരുടെയും അപ്പോസ്തോലിക ഉപദേശപ്രകാരം ജീവിക്കുകയും വേർപെട്ട് ആരാധിക്കുന്നവരുടെയും തനിച്ചു പാർക്കുന്നവരുടെയും കൂട്ടമാണ്. എന്നാൽ ഇന്ന് കാണുന്ന നാമധേയ കൂട്ടം ക്രിസ്തുവിൻ്റെ പേർ അതിനുണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയെ ത്യജിച്ചു കളഞ്ഞ പറവകൾ കൂടുകൂട്ടിയ വൃക്ഷം മാത്രമാണ്. കഷ്ടതയും ആത്മശക്തിയും അനുഭവിച്ച് വളർന്ന സഭ ലോക രാജകീയ അധികാരങ്ങളും രാഷ്ട്രീയ കാൽവെപ്പുകളും പണക്കൊഴുപ്പിൻ്റെ ആഡംബരങ്ങളുടെ ആ നിറവുമൊക്കെയുള്ള സഭയായി മാറി. ഈ നാമധേയ സഭയെ വെട്ടിക്കളയാതെ യുഗാന്ത്യം വരെ വളരാൻ അനുവദിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്നും സത്യസഭ വചനാനുസൃതം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. സുവിശേഷം വ്യക്തികളിൽ വരുത്തുന്ന മാറ്റം വലിയതാണ്. തിരുവചന കേൾവി, അനുസരണം ഒരുവനിൽ വരുത്തുന്ന മാറ്റം വളരെ പെട്ടെന്നായിരിക്കുകയില്ല. അത് ക്രമാനുഗതമായി വളരും. കൂടപ്പിറപ്പുകളെ, വൃക്ഷത്തിൻ്റെ വളർച്ചയ്ക്ക് ആനുപാതികമായ കൊമ്പുകൾ സ്വാഭാവികമാണ്. എന്നാൽ ഇതിൻ്റെ വളർച്ച ശ്രദ്ധിക്കപ്പെടേണ്ടതും നിയന്ത്രിക്കപ്പെടേണ്ടതുമാണ്. നട്ടിരിക്കുന്ന തോട്ടത്തിൽ നിന്നുകൊണ്ട് തോട്ടത്തിനുള്ളിൽ കൊമ്പുകൾ ഒതുങ്ങി നിന്നില്ലെങ്കിൽ പറവകൾ പുറത്തുള്ള ശക്തികളൊക്കെ കൂടുകൂട്ടുവാനിടയാകും. ആത്മീയ ശുശ്രൂഷയിൽ കർത്താവിനാൽ പ്രയോജനപ്പെടേണ്ടതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നീതിമാന്മാർ ഏറെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഈ ഉപമയിൽ കൂടി നമ്മെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നു. ദൈവിക പദ്ധതിയിൽ പെടാത്ത കൊമ്പുകളുടെ വളർച്ച ശ്രദ്ധിക്കപ്പെടുകയും ആത്മാവിനാൽ വചനപ്രകാരം നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുവാൻ സമർപ്പിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. കൂടപ്പിറപ്പുകളെ, ഈ വചനഭാഗം, ഈ വചനത്തിൻ്റെ ചിന്ത നമ്മളെ ഒരാത്മശോധനയ്ക്ക് വിധേയപ്പെടുത്തുവാൻ ഇടയായിത്തീരും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കും. സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല ദിവസത്തിൻ്റെ പ്രഭാത സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപിടുത്തങ്ങളിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. കേൾക്കപ്പെട്ട വചനത്തിൻ്റെ ചിന്തകൾ അനുസരിച്ച് ഞങ്ങളുടെ ജീവിത നിലവാരം, ആത്മീയ നിലവാരം, ഞങ്ങളുടെ ആത്മീയ വളർച്ച എപ്രകാരമുള്ളത്, എവിടെ വരെയായി, എങ്ങനെയുള്ളത്, പ്രവജാതികൾ ഞങ്ങൾ വിട്ട കൊമ്പുകളിൽ കൂടുകൂട്ടിയിട്ടുണ്ടോ, ലോകമയത്വം ഞങ്ങൾ വ്യാപരിച്ചിട്ടുണ്ടോ എന്നൊക്കെ വ്യക്തികളായി, കുടുംബങ്ങളായി, കൂട്ടായ്മയായി ഞങ്ങൾ ആത്മശോധന കഴിച്ച് ചിന്തിച്ച് കർത്താവ് ഞങ്ങളെ തന്നെ ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ച് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു. വചനത്തിൻ്റെ ശക്തിയാൽ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. കർത്താവെ, ഇന്നിൻ്റെ ആവശ്യങ്ങൾ അങ്ങയുടെ മക്കളുടെ മേൽ ഓരോരുത്തരുടെ മേലും നിറവേറ്റിക്കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സാക്ഷീകരിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകലിൽ സഹായിക്കണമേ. സൗഖ്യത്തിൻ്റെ ആത്മാവിനെ ഇന്ന് പകൽ പകരണമേ. ഒരാത്മീയ വർധനവ് ഞങ്ങൾ ചോദിക്കുന്നു കർത്താവെ. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള, ഞങ്ങൾ നട്ടിരിക്കുന്ന തോട്ടത്തിൽ നിന്നുകൊണ്ടുള്ള ആ അനുസൃതമായ, വചനാനുസൃതമായ വളർച്ച കൈവരിക്കുവാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ
താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.